നമുക്കിന്നൊരു പേപ്പർ സോപ്പ് ട്രൈ ചെയ്ത് നോക്കിയാലോ? അതിനാവശ്യമായ സാമഗ്രികൾ നോക്കിക്കോളൂ. A4 ഷീറ്റ് ഇല്ലാത്തവർ ഇതേപോലത്തെ ഏതെങ്കിലും ഒരു വൈറ്റ് പേപ്പറിൻ്റെ ബുക്ക് ഉണ്ടെങ്കിൽ കീറിയിട്ടെടുത്താൽ മതി. അത് നമുക്ക് ഇതിൽ വെള്ളം ഒഴിക്കണം. ഞാൻ ഇതിലേക്ക് വെള്ളമാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഹാൻഡ് വാഷ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ആക്കി കൊടുക്കാം. ടിഷ്യൂ പേപ്പറൊക്കെ ആകുമ്പോൾ വേഗം നമ്മൾ ഇതിലേക്ക് നമുക്ക് നല്ലോണം കഴുകാനും കഴിയും. പതയും വരും കഴുകുമ്പോൾ. അതേപോലെ നമുക്ക് ഇത് ഡിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ടിഷ്യൂലാക്കുമ്പോൾ എന്താണ് കീറി പോകാൻ സാധ്യത കൂട്ടാണ്. ടിഷ്യൂ ഭയങ്കര സോഫ്റ്റ് അല്ലേ? ഇതാകുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആവും ഇങ്ങനെ വെള്ളത്തിലാകുമ്പോൾ. ടിഷ്യൂവിൻ്റെ അത്ര ആവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കുന്നത്. ഇങ്ങനെ ആക്കി വെക്കാം. ഇതിൽ വെള്ളം ഫുള്ളും കളഞ്ഞിട്ട് അത് ആടനെ വെക്കണം. എന്നിട്ട് വെള്ളം ഫുള്ളും കളഞ്ഞു ഉറപ്പ് വരുത്തിയിട്ട് മാത്രം മെല്ലെ ഒന്ന് പൊക്കിയിട്ട് നമ്മുടെ പാത്രം തിരിച്ചു വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെക്കണം കേട്ടോ. വെക്കണം വെക്കുക. അല്ലെങ്കിൽ നമുക്ക് അപ്പാടും അപ്ലൈ ചെയ്യാം ഒന്നുമില്ല. അപ്പാടും നമുക്ക് ഈ ഹാൻഡ് വാഷ് നമുക്ക് അപ്ലൈ ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ തൊടുകയും വേണം, അല്ലെങ്കിൽ കീറിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഇത് എൻ്റെതായിട്ടുള്ളൊരു രീതിയിൽ ചെയ്തതാണ്. ഇത് കോപ്പിയടി അല്ല കേട്ടോ ഗൈസ്. കോപ്പിയടി ആണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാറുണ്ട്. അതുകൊണ്ട് സ്പീഡിലാക്കുന്ന വഴിയിൽ ഇതൊന്ന് കീറിപ്പോയി. അപ്പോൾ ഇത് നമുക്ക് ഉണങ്ങാൻ വെക്കാം. എന്നാലേ നമുക്കിത് നല്ലയിടത്ത് കഴുകാൻ പറ്റുള്ളൂ. സോപ്പ് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്കിത് കഴുകാം ഗായ്സ്. നമുക്ക് നോക്കാം. അടിക്കട ഗായ്സ്, നല്ല പത വരുന്നുണ്ടല്ലോ. കാണിച്ചു തരാം. കണ്ടോ, നല്ല പത വരുന്നുണ്ട്. യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ നല്ല പത വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടി. നിങ്ങൾക്ക് തൃപ്തിയാവുന്നില്ല. ഒന്നുകൂടി കാണിച്ചു തരാം. ഇത് ഞാൻ രണ്ടാമത്തെ എടുത്തിട്ട് വന്നതാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നല്ല പത വരുന്നില്ലേ? കണ്ടോ, കാണുന്നുണ്ടോ? അപ്പോൾ ഇത് യൂസ്ഫുള്ളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ, ബൈ ബൈ.